ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ദിവസമായി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട്, പക്ഷേ എനിക്ക് സ്കൂളുള്ള കാരണം അത് പറ്റാറില്ല. കാരണം വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ലേറ്റ് ആവും. നോർമൽ ഡേയ്സിൽ തന്നെ ഞാൻ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഇനി വീഡിയോയും കൂടെ എടുക്കുമ്പോൾ എനിക്ക് പറ്റാതെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാത്തത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സാറ്റർഡേ ആണ്, അപ്പോൾ അതൊന്നും സ്കൂളില്ലല്ലോ. അങ്ങനെ ഞാനൊരു 8 മണി എപ്പോഴാട്ടോ എണീറ്റ് ശേഷം തന്നെ ചായ കുടിച്ചു. അത് കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ എന്താ ചോറും ക്യാബേജ് കറി ആയിരുന്നു. എനിക്ക് ക്യാബേജ് കറി അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ തന്നെ ആട്ടോ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം പഠിക്കാൻ പോകാനായിട്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക്. ഫസ്റ്റ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ 2 ഡേറ്റ്സ് എടുത്തിട്ട് ഞാനൊരു സ്നാക്സ് ബോക്സിൽ വെക്കും. അപ്പോൾ എനിക്ക് പഠിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് വരണ്ടല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഈ 2 ഡേറ്റ്സും പിന്നെ ഇതുപോലത്തെ കാഷ്യൂനട്ടാണ് ഇടുന്നത്. ഇതൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു കാഷ്യൂനട്ടാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെള്ളം കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ. വേറെ പിസ്ത എന്തോ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. ഈ 2 ഐറ്റം എടുത്തിട്ട് ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. എൻ്റെ സ്റ്റഡി ടേബിൾ ആണെങ്കിൽ ആകെ അലമ്പായിട്ടായിരുന്നു കിടക്കണ്ടായിരുന്നത്. കാരണം തലേദിവസം ഞാൻ റെക്കോർഡൊക്കെ എഴുതിയിട്ട് ആകെ മെസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനി ആദ്യം വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ എടുത്ത സ്നാക്സൊക്കെ ഞാനൊരു ഓർഗനൈസറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ടേബിളിൽ വെക്കില്ല. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കണം എന്നുള്ള തോന്നലായ കാരണം ഞാനത് മാറ്റി വെച്ചു, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മാറ്റി വെച്ചു. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതുപോലത്തെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നും നടക്കില്ല, പക്ഷേ എന്നാലും ഞാനൊരു ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. പിന്നെ ഇതൊരു പ്ലാനർ ബുക്ക് പോലെയാട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ടേബിൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ എൻ്റെ ടേബിളിൻ്റെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി പഠിക്കാതിരിക്കാൻ പോയിട്ട് ക്രാഫ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ബുക്സൊക്കെ ഒന്ന് അടക്കി ഒതുക്കി എടുത്ത് വെക്കുകയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടെ വെച്ചു. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് ഇതേ പഠിക്കാതിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവരുതെന്ന് എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ പഠിക്കാൻ എടുത്തത് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ ഞാൻ പഠിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോയുടെ കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയൊരു എനിക്ക് തോന്നുന്നു 20 മിനിറ്റും കൂടെ കാണാനുണ്ട്. പഠിക്കാനായിട്ട് ഞാനിരിക്കുമ്പോൾ ഫസ്റ്റ് വെക്കേണ്ട ഇയർബഡ്സ് ആണ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എൻ്റെ സ്പെക്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ പഠിക്കാനും ക്ലാസ് കേൾക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കാറ്. ഇതിപ്പോൾ ഞാൻ എക്സാമിനറിൻ്റെ ആപ്പിലാണ് ക്ലാസ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ലൈവ് കാണാൻ പറ്റാറില്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ആപ്പിൽ പോയിട്ട് ലൈവ് വീഡിയോസ് തന്നെ അതിനകത്ത് റെക്കോർഡഡ് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിൽ നിന്ന് ജസ്റ്റ് എടുത്ത് കാണാൻ വേണ്ടു. പിന്നെ ഞാനുണ്ടല്ലോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണ കാരണം ഫോൺ റെക്കോർഡിങ്ങിൽ ഇട്ടിട്ട് പഠിക്കാനിരുന്നു പോയിട്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു 20 മിനിറ്റോളം എനിക്ക് തോന്നുന്നു ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വീഡിയോ. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ പഠിച്ചപ്പോഴത്തേക്കും മഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തേക്ക്. അങ്ങനെ മഞ്ചൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ വീണ്ടും ഞാൻ കുളിച്ച് സെറ്റായിട്ട് അടുത്ത സെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അടുത്ത സെക്ഷനിൽ എനിക്കുണ്ടായിരുന്ന ഒരു ടാർഗറ്റ് ആയിരുന്നു ഫിസിക്സ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ എൻ്റേതായിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മാത്സും കൂടെ ഒന്ന് എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അതിന് ഈവനിങ് സ്റ്റഡിയിൽ ഞാൻ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് റെക്കോർഡ് എഴുതാനും തന്നിട്ടുണ്ട്. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയാണ് റെക്കോർഡ് എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നത്. വെക്കേഷനിൽ ഞങ്ങൾക്ക് ബോട്ടണിയും സുവോളജിയും തന്നിട്ടുണ്ടായിരുന്നു റെക്കോർഡ് എഴുതാൻ. പിന്നെ ഈ റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാട്ടോ ചെയ്യുക, അതായത് നൈറ്റിലാണ് ചെയ്യുക. കാരണം നല്ല സമയങ്ങളിലൊന്നും ഞാൻ അത് എഴുതിയതാക്കില്ല. എനിക്ക് ഉറക്കം വരുമ്പോഴോ അങ്ങനെയൊക്കെ ഞാൻ എഴുതലുള്ളൂ. അല്ലാത്ത സമയത്ത് എഴുതി കഴിഞ്ഞാൽ പഠിക്കാൻ സമയം കിട്ടലില്ല. അപ്പോൾ എനിക്ക് പഠിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഫോൺ കുറേ യൂസ് ചെയ്യുമ്പോൾ വരുന്നൊരു സംഭവമാണ് തലവേദന. അപ്പോൾ ഞാൻ നമ്മുടെ ടൈഗർ ബാം കുറച്ച് തലയിൽ ഇത്തിരി എടുത്ത് തേച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം കിട്ടും കേട്ടോ, ഒരു 1-1.5 മണിക്കൂറിലേക്ക്. പിന്നെ വീണ്ടും ഞാനതെടുത്ത് വീണ്ടും ഉപയോഗിക്കും. കാരണം എനിക്കതൊരു അഡിക്ഷൻ പോലെയാണ് ഇങ്ങനെ ആക്സോയിലും അതുപോലെ തന്നെ ഈ ടൈഗർ ബാം എന്ന് പറയുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ മാത്രമല്ല എന്ന് എനിക്കറിയാൻ കാരണം സ്കൂളിലും ഫ്രണ്ട്സിനും ഇതുപോലത്തെ ഉള്ളതുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കുന്ന വീഡിയോ നമ്മൾ തന്നെ കാണുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചോളൂ എന്ന് ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ എനിക്ക് സമയം അങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. കാരണം അധികം വായിച്ച് പഠിച്ചിട്ടൊന്നുമല്ല, എന്നാലും അതിനെടുത്ത് കുടിക്കലുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1 മണിക്ക് ആവാറായപ്പോൾ വടയും അതുപോലെ കുറച്ച് സ്നാക്സ് പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു മമ്മി. അങ്ങനെ അതെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്കാണെങ്കിലും നല്ല മഴയുണ്ട്. അങ്ങനെ ഈ മഴയത്ത് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് ഒരു 4 മണി വരെ, അങ്ങനെ ഒരു 4:10 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ മഴയത്ത് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫ്രഷ്നെസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ പഠിക്കാതിരിക്കണമല്ലോ. അങ്ങനെ ഞാൻ ചായയൊക്കെ തിളച്ചൊന്ന് പഞ്ചസാര ഇട്ടു. ഇനി അതിലേക്കുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചായപ്പൊടി എന്ന് പറയുന്നത് ഞാൻ ഇതുപോലത്തെ ടീ ബാഗാണ് ഇടൽ. കാരണം എനിക്ക് അതിൻ്റെ മട്ട് മട്ടെന്ന് തന്നെയല്ല പറയാം, അത് കളയാൻ ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ടീ ബാഗാണ്, ഞാൻ ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ വെക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ടീ ബാഗാണ് ഇടൽ. അപ്പോൾ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പുറത്ത് ഞാനൊരു പൊറോട്ട ജസ്റ്റ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഴ കാരണം മേടിച്ച് വന്ന പൊറോട്ട ജസ്റ്റ് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി, എനിക്ക് ചൂടാക്കിയിട്ട് കഴിക്കുന്നതാട്ടോ ഇഷ്ടം. പ്രത്യേകിച്ച്
പുറത്ത് നല്ല മഴയുണ്ട്. അങ്ങനെ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം 4 മണിക്ക് ലഞ്ചും അതുപോലെ തന്നെ ചായക്കുള്ളൊരു കടി പോലെയൊക്കെ ആയിട്ടാണ്, കടിയല്ല അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചായയും പൊറോട്ടയും 4 മണിക്ക് കഴിച്ചു. ലഞ്ച് ഞാൻ സ്കിപ്പ് ചെയ്തു. കാരണം ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ കൂട്ടായിട്ട് കഴിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ആ കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് പീസും അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ ആ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ആ പൊറോട്ടയും ഈ ചാറ് കറിയും കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് ഞാൻ ഈ പൊറോട്ട ചായയിലൊക്കെ മുക്കി കഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ആലോചിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് അത് അന്ന് കഴിച്ചതെന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ചാറ് കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. അതിനുശേഷം പത്തിരി ഉണ്ടായിരുന്നു നേരത്തെ മേടിച്ചു കൊണ്ടുവന്നത്. അത് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഞാൻ ഒരു പകുതി പത്തിരി എടുത്തിട്ട് അതും ഈ ചാറിൽ മുക്കി തന്നെയാണ് കഴിച്ചത്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ പത്തിരി ഇങ്ങനെ കറി മുക്കിയിട്ട് കഴിക്കുന്നത്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും മോശമൊന്നും പറയാനില്ല, നല്ല ടേസ്റ്റ്. അങ്ങനെ ഇതാണ് എൻ്റെ ലൈഫിൽ ഒരു സാറ്റർഡേ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മഴ ദിവസമായിരുന്നു. അപ്പോൾ എനിക്കത് കാരണം പഠിക്കാൻ അധികം ക്ഷീണമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തോന്നും. ഇതിപ്പോൾ മഴയായ കാരണം മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരിത് വന്നെങ്കിലും പഠിക്കുമ്പോഴൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പഠിച്ച് തീർക്കണമെന്ന് പറഞ്ഞ സെക്ഷനൊന്നും അങ്ങനെ തീർന്നിട്ടില്ല. കാരണം ഇടയ്ക്ക് മഴ പെയ്യുന്ന കാരണം ഞാൻ ഇടയ്ക്ക് പുറത്തൊക്കെ പോയി അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ പഠിപ്പിൻ്റെ ഒരു ഇതൊക്കെ പോവും. എന്നാലും ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ഈവനിങ് സ്റ്റഡി വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.